التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. ഇൻഷാല്ലാ ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. നമ്മൾ മആരിഫുകളുടെ കൂട്ടത്തിൽ നാലാമത്തേതാണ് നമുക്ക് പറയാനുള്ളത്. നോക്കാം. തുമ്മൻ നൗഉർ റാബിഉ മിനൽ മആരിഫ്, മആരിഫുകളിൽ നിന്നുള്ള റാബിഅ നാലാമത്തെ നൗആകുന്നത് അൽ മൗസൂലുൽ ഇസ്മിയു, ഇസ്മിയായ മൗസൂലാവുന്നു. അപ്പൊ ഇസ്മിയായ മൗസൂല് എന്ന് പറയുമ്പോൾ ഒരു ഇഹ്തിറാസ് ഉണ്ട്. എന്താ? ഹർഫിയായ മൗസൂലുകൾ എന്തായി പുറത്തുപോയി. കാരണം ഹർഫിയായ മൗസൂലുകൾ എന്ന് പറഞ്ഞാൽ അത് സിലയിൽക്ക് ആവശ്യമാണെങ്കിലും അത് ആയിദിലേക്ക് അത് ആവശ്യമില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല അതെന്തെയും അതിൻ്റെ സിലയോടൊപ്പം മസ്തർ കൊണ്ട് തേവിൽ ചെയ്യപ്പെടും. ഹർഫിയായത് അത് ഇതൊക്കെ വരിക അതിൻ്റെത് അന്ന മ കൈ ലൗ വകളാണത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്മിയാവുമ്പോൾ അത് ആയിദിലേക്ക് ആവശ്യമാണ്. അതാണ് പറയുന്നത് വഹുവ. ഈ ഇസ്മിയായ മൗസൂൽ എന്ന് പറഞ്ഞാൽ മ ഒന്നാണ്, ഇഫ്തഖറ അത് ആവശ്യമായി ഇലാ സിലത്തിൻ സിലയിലേക്കും വ ആയിദിൻ അബദൻ കണ്ടോ. അപ്പൊ എന്നെന്നും ആയിദിലേക്കും സിലയിലേക്കും അത് ആവശ്യമാണ്. അതവിടെ വാജിബായ കാര്യമാണ്. പിന്നെ ഇതിനെ കളയാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അൽഫിയയിൽ മൗസൂലാന്റെ ബാബിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അൽഫിയന്റെ ബാബ് കേട്ടാൽ മനസ്സിലാവും. വഹുവ അത് ഖിസ്മാനി, ഈ രണ്ടിനങ്ങളാണ്. രണ്ടിനെന്നറിയുമ്പോൾ ഏതൊക്കെ രണ്ട് കിസ്മുകളാണ്. ഏതാ രണ്ട് കിസ്മുകൾ? നസ്സുണ്ട് വ മുഷ്തറക്കുൻ. നസ് പറഞ്ഞാൽ ഖാസത്തിന്റെ ഉദ്ദേശമാണ്. അഥവാ ചിലതിന് മാത്രം ഖാസായ അല്ലതി പോലത്തത് അല്ല നസ്. മുഷ്തറക്ക് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളും. രണ്ടും കൂടെ പറയുന്നുണ്ട് അവിടെ. പിന്നെ മുഫ്രദ് തസ്നിയ ജമ്മൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് രണ്ടും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നസ്സുൻ വ മുഷ്തറക്കുൻ രണ്ട് ടൈപ്പായി, രണ്ട് കിസ്മ. ഇനി ഫമിനൻ നസ്സിൽപ്പെട്ടതാ ഖാസത്തിന്റെ ഉദ്ദേശം. നസ്സിൽപ്പെട്ടതാണ് അല്ലതി. അത് എല്ലാത്തിനും പറ്റൂല. മറിച്ചിൽ മുഫ്രദ് മുസക്കറിന് മാത്രം ഉപയോഗിക്കുക അല്ലതി. വല്ലത്തി എന്നുള്ളതാണ്. പിന്നെ വല്ലത്തി ആകട്ടെ ലിൽ മുഫ്രദിൽ മുഅന്നസ്, മുഫ്രദ് മുഅന്നസിന് വേണ്ടിയാണ് ഇസ്തിമാല്. വല്ലദാനി എന്നുള്ളത് ലിൽ മുസക്കർ മുസന്ന രണ്ടാക്ക് വേണ്ടി. വല്ലതാനി എന്നുള്ളത് ലിൽ മുസന്നൽ മുഅന്നസായ രണ്ട് പെണ്ണിന് വേണ്ടി. ഇനി ഇതൊക്കെ നസ്ബപ്പെട്ടതാണ്. ഇറാബാക്കപ്പെടും ഹാദാനി ലഫ്ദാനി, ഈ രണ്ട് ലഫ്ലുകളും മൂറബാക്കപ്പെടും, ഇറാബാക്കപ്പെടും ഖാസത്തൻ, ഇവകൾ പ്രത്യേകിച്ച്. ഇത് മാത്രം, ബാക്കിയുള്ളതൊക്കെ എന്താണ് മബ്നിയാണ്. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാദാനി പറഞ്ഞതുപോലെ ഖിലാഫുണ്ട്. ഇത് മബ്നിയാന്ന് പറഞ്ഞോലും ഉണ്ട്. അപ്പോൾ മുസന്നിഫ് ഇവിടെ പോയിട്ടുള്ള റൂട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മൂറബാണ് എന്ന് നിലക്കാണ്. തസ്നിയെ പോലെയാണ് ഇറാബ്. അപ്പോൾ അത് ഖിലാഫുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽ അലിഫി അഥവാ ബിൽ അലിഫി, അലിഫ് കൊണ്ട് റഫ്അൻ, വബിൽ യാഇ കൊണ്ട് ജർറൻ വനസ്ബൻ. അപ്പോൾ ഈ മദ്ഹബാണ് ആർക്കുള്ളത്? ഇബ്നു ഹിശാം റഹ്മഹുള്ളാഹുള്ളത്. പക്ഷേ മറ്റുള്ളവർ അലിഫ് കൊണ്ട് മബ്നി, യാ കൊണ്ട് അബ്നി എന്നാ പറയാ. പിന്നെ വലിൽ ജംഉൽ മുദക്കർ, ജമ്മു മുദക്കറിന് വേണ്ടി ലഫ്ദാനി രണ്ട് ലഫ്ദുകളാണുള്ളത്. അഹദുഹുമാ, ആ രണ്ട് ലഫ്ദുകളിൽ ഒന്ന് അല്ലദീനയാണ്. അപ്പോൾ ജമ്മു മുദക്കറിന് വേണ്ടി രണ്ട് ലഫ്ദുകളാണ്. അഹദുഹുമാ അല്ലദീന എന്നുള്ളതാണ്. വയുസ്തഅമലു ഹാദാ, ഇത് ഉപയോഗിക്കപ്പെടും ബിൽ യാഇ മുത്ലഖൻ, മുത്ലഖൻ നിലയ്ക്ക് യാ കൊണ്ട് ഇസ്തിമാൽ ചെയ്യപ്പെടുക. കാരണം നസ്ബിലും റഫിലും ജർറിലും. കാരണം അല്ലദീന എന്നാൽ ചില ഗോത്രക്കാർ അല്ലദൂന എന്ന് പറയുന്നുണ്ട്. ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതോടെ ഇബ്നു ഹിശാം റഹ്മഹുല്ലാ പറയുന്നുണ്ട്. ഹുസൈൽ വ ഉഖൈൽ, ഈ ഗോത്രക്കാർ യഖൂലൂന, അവർ പറയും അല്ലദൂന എന്ന് പറയും ബിൽ വാവ് കൊണ്ട് റഫ്ല്. അപ്പൊ റഫിന്റെ അവസ്ഥയിൽ ബിൽ വാവ് കൊണ്ട് അവർ പറയും. അതിന്റെ ഷാഹിദ് കൊടുക്കുന്നുണ്ട്. അത് ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയയിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ മൗസൂലാന്റെ ബാബിൽ ഇബ്നു മാലിക് റഹ്മഹുല്ലാ പറഞ്ഞു ബിൽ ജംഉല്ലദിൽ ഉലല്ലദീന മുത്ലഖ വബഅദുഹും ബിൽ വാവി റഫഅൻ നതഖാദ്. അല്ലദീന ജമ്മാകുന്നത് ഉല എന്നുള്ളതും അല്ലദീന എന്നുള്ളതാണ് മുത്ലഖൻ എന്ന് പറഞ്ഞു. അഥവാ റഫ്ലും നസ്ബിലും ജുർറിലും. വബഅദുഹും, അവരിൽ ചിലരോ ബിൽ വാവ് കൊണ്ട് റഫ്ല് നതഖാ, ഒരു നതഖ് ചെയ്തിട്ടുണ്ട് എന്നാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അൽ ഉല എന്ന് എഴുതുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ അൽ ഉല എന്ന് എഴുതൽ രണ്ട് ലഫ്ദ് ഉണ്ടല്ലോ. ആ രണ്ടാമത്തെ ലഫ്ദ് ഇവിടെ പറഞ്ഞിട്ടില്ല, അടുത്തതിൽ പറയുന്നുണ്ട്. അൽ ഉല
അവിടെ എത്തുമ്പോൾ പറയും ഇൻഷാ അല്ലാ. അത് നമുക്ക് ഷാഹിദ് നോക്കാം. എന്നാൽ ഹുദൈൽ ഗോത്ര ഉക്കൈൽ ഗോത്ര റഫിന്റെ അവസ്ഥ അല്ല സൂന എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അക്സർ ഇസ്തിമാൽ അധികരിച്ച് അസഹ് അല്ലദീന മുത്തലക്കായിട്ട് ഉപയോഗിക്കൽ തന്നെയാണ്. പിന്നെ അല്ലദൂന എന്ന് പറയുന്നത് ഈ ഗോത്രക്കാരാണ്. ഐക്ക കൗലിഹി എന്താ അതിന് തെളിവ്? ഒരു ഷാഹിദ് നോക്കാം. നഹ്നുല്ലദൂന സബ്ബഹുസ്തബാഹ യൗമൻ നുഖൈലി ഗാറതൻ മിൽഹാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇത് പറഞ്ഞ കായിൽ ആരാണെന്നത് ധാരാളക്കണക്കിന് പല ഇഖ്തിലാഫുകളും കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം എന്താ അപ്പം അതിൻ്റെ മാന. നഹ്നു ഞങ്ങൾ, അല്ലദൂന റഫിൻ്റെ സമയത്താണ് അല്ലദൂന എന്നാ വന്നത്. അല്ലദീനക്ക് പകരം അല്ലദൂന ഞങ്ങൾ യാതൊരു കൂട്ടരാണ്. സബ്ബഹുസ്സബാഹ പ്രഭാതത്തിൽ ശത്രുക്കളുടെ നേരെ ചെല്ലുമെന്നർത്ഥം. ഞങ്ങൾ പ്രഭാതത്തിൽ ശത്രുക്കളുടെ അടുക്കൽ ചെന്ന ഒരു വിഭാഗമാണെന്ന ഉദ്ദേശം. യൗമ എന്ന് യൗമൻ നുഖൈലി, യൗമൻ നുഖൈലി അഥവാ നുഖൈൽ എന്ന സ്ഥലത്ത് എന്തിനു വേണ്ടിയാ? ഹാറത്തൻ കൊള്ളക്ക് വേണ്ടി, മിൽഹാഹ എന്ന് പറഞ്ഞാൽ ശരീരത്തിനർത്ഥം നല്ല. അപ്പോൾ ശക്തിയായ കൊള്ളക്ക് വേണ്ടി നുഖൈൽ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ദിവസത്തിൽ എന്നർത്ഥം. അപ്പം നമുക്ക് ഷാഹിദ് പദാണ് അവിടെ അനഹ്നു എന്ന് പറഞ്ഞതാണ്, അല്ലദൂന. പിന്നെ ഗാറത്ത് എന്നുള്ളത് അവിടെ ഇസ്മുമസ്തറാണ്, അഗാറിന്റെ ഇസ്മുമസ്തർ, അത് മനസ്സിലാക്കിയേക്കുക. ഇവിടെ ചില ഷാരിഹികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മൂറബാണ്, മൂറബിൻ്റെ സൂറത്താണ്. പക്ഷേ ഷെറാഹുകളൊക്കെ പറഞ്ഞത് മബിനി തന്നെയാണ്, വാവിൻ്റെ യാഇൻ്റെ മേൽ മബിനി തന്നെയാണ് എന്നൊക്കെ ഷറഹുകൾ കാണാൻ പറ്റും. ഇത് തന്നെ നഹ്നുല്ലദീന എന്ന നിലക്കും വന്നിട്ടുണ്ട്, അങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതാണ് നമുക്ക് അവിടെ തെളിവ്. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് തീ കണ്ടു പറഞ്ഞു, അല്ലദിനെ കുറിച്ചാണ് പറഞ്ഞത്. വസാനി രണ്ടാമത്തേത് അൽ ഉല എന്നുള്ളതാണ്. ബിൽ ഖസ്രി ഖസ്റോട് കൂടിയും വൽ മദ്ദി മദ്ദോട് കൂടിയും പറയാം. അപ്പോൾ അൽ ഉല എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലിട്ട് എഴുതണം, എഴുതുമ്പോൾ അല്ലിട്ട് എഴുതുക. അല്ല അവിടെ ലാസിമാണ്. അല്ല എന്താ പ്രശ്നം വെച്ചാൽ ഈ ജാറത്തായ ഇതിനോട് അതിൽ ഒരു എന്താ തഷ്ബീഹ് വരും. അതുകൊണ്ട് തന്നെയാണ് വാവില്ലാതെ അല്ലിട്ട് എഴുതുന്നത്, അപ്പോൾ പ്രശ്നമല്ലല്ലോ. അതേപോലെ തന്നെ ഇഷാറത്തിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉല, അവിടെ നമ്മൾ തിരിച്ചെത്താൻ വേണ്ടി വാവിട്ടാണ് അവിടെ ഇഷാറത്തിൻ്റെ ജമ്മിൽ. അപ്പോൾ അതായത് മനസ്സിലാക്കിയേക്കുക, ഈ അൽ ഉല എന്നുള്ളത് എന്താ കൂടുതലും അത് ആക്കിലിനാ വരിക, കസീറൻ ആക്കിലിനാ വരിക, ഗൈറോ ആക്കിലിന് ഖലീല. അല്ലദീന എന്നുള്ളത് പിന്നെ ആക്കിലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി എൻ്റെ കൂടെ മനസ്സിലാക്കിയേക്കുക. ഏതായാലും നോക്കാം നമുക്ക്. ഇനി വലി ജംഅൽ മുഅന്നസി, ജമ്മു മുഅന്നസിനുണ്ട് ലഫ്വാനി, അതിന് രണ്ടെണ്ണം ഉണ്ട്. ഐദൻ വീണ്ടും, അതായത് അല്ലാ ഈ വല്ലാത്തീന. ഇതിൽ നിങ്ങൾക്ക് വേറെ സീസും പറയുന്ന യാ ഇല്ലാതെ, അതാ ഷാരിഹ് പറയുന്നത് വലക്ക നിനക്കുണ്ട് ഫീഹിം അവ രണ്ടിലും ഇസ്ബാത്തുൽ യാ യാഇന് ഇസ്ബാത്തും ചെയ്യുക, വതർക്കി ഇസ്ബാത്തുൽ യാഇ വതർക്കുഹ അതേപോലെ തന്നെ യാഇനെ ഉപേക്ഷിക്കുകയും ചെയ്യുക, സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അല്ലാ ഈ അല്ലാത്തി എന്നും പറയുക, ആ യാനെ ഉപയോഗിച്ച് അല്ലാ ഈ അല്ലാത്തി യാഇനെ ഉപേക്ഷിച്ചിട്ടും പറയാം. അപ്പം ഇതുവരെ പറഞ്ഞത് നെസ്റ്റാണ്, ഇന്നതിനാണ് നമ്മൾ നെസ്റ്റാക്കി പറഞ്ഞു. രണ്ടാമത്തേത് മുസ്തറക്കുണ്ട് എന്ന് പറയുക, അതാണ് ഇനി പറയാൻ പോകുന്നത്. അമ്മൽ മുസ്തറക്കുന്ന മുസ്തറക്കോ ഫഹുവ അത് ഒന്നാണ് എത്തി വരാൻ പോകുന്ന ഒന്നാണ്. ഏതാണ്? ബിമാനൽ ജമീ പറഞ്ഞല്ലോ, ജമീഅന്റെയും മാനയിലാണ് ഉണ്ടാവും, എല്ലാ മാന കൊണ്ടും വരും. അതായത് അൽ മുഫ്രദി വൽ മുസന്ന വൽ മജ്മു, ജമ്മിൻ്റെയും മുസന്ന മുഫ്രദ് അങ്ങനെ നസ്സായിട്ടല്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളും. അതന്നെ മുസക്കറായാലും ശരി, കാന ഔ മുഹന്നസായാലും ശരി. അത് വദാലിക സിത്തത്തു അൽഫാദിൻ 6 ലഫ്ദുകളാണുള്ളത്. അഹദുഹാ അതിലൊന്നാമത്തേത് മന്നാണ്, മൻ. അപ്പം മൻ നമുക്കിപ്പോൾ നേരത്തെ നസ്സാക്കി പറഞ്ഞ പോലെ ആക്കിന് മാത്രം ഒരു ആണിനാണ്, അല്ല ഒരു പെണ്ണിനാണ്, 2 ആണിനാണ്, അല്ല 2 പെണ്ണിനാണ്, അല്ല ജമ്മിനാണ്, ഇങ്ങനൊന്നും ഹാത്താക്കി പറയണ്ട, എല്ലാത്തിനും ഉൾക്കൊള്ളൂ. അതാണ് മുസ്തറക്ക് എന്ന് പറഞ്ഞത്, മൻ. നഹവ് ഇതുപോലെ അറഫ്തു ഞാൻ മനസ്സിലാക്കി, മൻ ഖാമ. ഇനി അവിടെ നമുക്ക് മൻ ഖാമത്ത്, വമൻ ഖാമ, വമൻ ഖാമത, വമൻ ഖാമു, വമൻ ഖുംന ഇങ്ങനൊക്കെ പറയാം. അറഫ്തു ചേർക്കണ്ട അവിടെ. അതിൽക്ക് അറഫ്തു മൻ ഖാമത്ത്, അറഫ്തു മൻ ഖാമ, അറഫ്തു മൻ ഖാമത്ത ഉണ്ടാവും. 2 പെണ്ണ് ഒരാണ്, കുറേ പെണ്ണ്, ഒരു പ്രശ്നമില്ല, മൂപ്പര് മൻ തന്നെ നിൽക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ച് അതിനുള്ള ബമീർ മാറി കാണാം. മൻ ഖാമത്ത്, മൻ ഖാമ, മൻ ഖാമത്ത. അപ്പം എല്ലാത്തിനെയും അത് ഉൾക്കൊള്ളൂ. വസാനിഹ അതിൽ രണ്ടാമത്തേത് മാ ആണ്, മാ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നല്ല വിശദീകരണങ്ങളൊക്കെ നമ്മൾ അൽഫിയൻ്റെ ബാബിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇസ്തിമാല്. അപ്പോൾ വേണ്ടവർക്ക് അത് കേട്ടാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ ഇസ്തിമാല്.
ഇനി മാ എന്ന് പറയാ കമാ തക്കുലിങ്ങി പറയുന്നത് പോലെ ലിമൻ കാല പറഞ്ഞ ഒരുത്തനോട് ഇസ്തറയിത്തു ഞാൻ വാങ്ങി ഹിമാറൻ ഒരു ഹിമാറിനെ വാങ്ങി ആണ്. അല്ലെങ്കിൽ ഔ അത്താനൻ പെണ്ണ് ഹിമാറിനാണ്, പെണ്ണിനാണ് അത്താനൻ എന്ന് പറയുക, ആണിന് ഹിമാർ എന്ന് പറയും. കഴുത, ആൺകഴുത ഹിമാർ, പെൺകഴുത അത്താൻ. അപ്പോൾ ലിമൻ കാല പറഞ്ഞൊരുത്തനോട് ഇസ്തറയിത്ത് ഞാൻ വാങ്ങി ഹിമാറൻ ഔല ഔ അത്താനൻ, അല്ലെങ്കിൽ ഔ ഹിമാറിന് രണ്ട് ഹിമാറിന്, അല്ലെങ്കിൽ ഔ അത്താനേനി രണ്ട് അത്താനെ, ഔ ഹുമുറൻ ജമ്മ്, ഔ ഉത്തുനൻ ഇതൊക്കെ ജമ്മ്, അതൊക്കെ അവിടെ അത് പറയാം. അപ്പം ഇങ്ങനൊക്കെ ഒരാൾ പറഞ്ഞു നിൽക്കുക മനസ്സിലാണ്ടോ? അതായത് ഒരാൾ പറഞ്ഞു ഒരു കുതിര ഒരു ഹിമാർ കഴുതനെ വാങ്ങി, അല്ല ഒരു പെൺകഴുതനെ വാങ്ങി, അല്ല രണ്ട് ഹിമാറിനെ, അല്ല രണ്ട് അത്താനേനി, അല്ലെങ്കിൽ കുറേ ആൺകഴുതകളെ, അല്ല കുറേ പെൺകഴുതകളെ, ഇങ്ങനെ വാങ്ങിയതിനോടൊക്കെ ഇനി എങ്ങനെ പറഞ്ഞാൽ മതി? അജബനി എന്നെ അത്ഭുതപ്പെടുത്തി മസ്തറൈതഹു നീ വാങ്ങിയതായ ഒന്ന് കണ്ടോ. അതേപോലെ തന്നെ അപ്പോൾ എവിടെ നമുക്ക് പറയുമ്പോൾ ഇത്തറൈത്തു ഹിമാറൻ എന്ന് പറഞ്ഞോട് നിങ്ങൾക്ക് എന്താ പറയുക? അജബനി മസ്തറൈതഹു. ഇനി ആത്താൻ എന്ന് പറഞ്ഞോട് വമസ്തറൈതഹ എന്ന് പറയാം. അജബനി മസ്തറൈതഹ. അപ്പോൾ ഹാനാക്കി മാ അങ്ങനെ തന്നെ എടുക്കണ്ടോ, ഹാ പെണ്ണിന് ഉപയോഗിച്ചു. ഇനി ഹിമാറൈനി എന്ന് പറഞ്ഞതിനോടാണെങ്കിൽ വമസ്തറൈതഹുമാ, അത് ആത്താനൈനി പറഞ്ഞോടും അങ്ങനെ തന്നെ. പിന്നെ ഔ സുമുറ എന്ന് പറഞ്ഞാൽ ഔ സുമുറ എന്ന് പറഞ്ഞാൽ വമസ്തറൈതഹും എന്ന് പറയണം. ഉത്തുൻ എന്നാണെങ്കിലോ വമസ്തറൈതഹുന്ന എന്നറിയും. അപ്പം എങ്ങനെ എല്ലാത്തിനും ഇസ്തിമാലും മാ തന്നെയാണെന്ന് മനസ്സിലായി. അതിനപ്പോൾ ഉദാഹരണങ്ങളെ കൊടുത്തേ. വമസ്തറൈതഹുന്ന വമസ്തറൈതഹും കണ്ടില്ലേ? അപ്പം അതിനനുസരിച്ച് ദമീർ മടങ്ങി മാ. അപ്പം എല്ലാത്തിനും മാ ഇസ്തിമാൽ വന്നവിടെ. വക്കത അപ്രകാരം തന്നെ തഖൂലു ഫിൽ ബവാഖി, ബാക്കിയുള്ളൂ ഇപ്രകാരം തന്നെ പറയും. അപ്പോൾ മഞ്ഞ് മാ അതിൻ്റെ ഇസ്തിമാൽ എങ്ങനെയാണ് അധികരിച്ചത്? നിങ്ങൾ അൽഫിയൽക്ക് ഞമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടിലും അതേപോലെ വിശദീകരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് അൽഫിയൽ കേട്ടാൽ മനസ്സിലാവും. വസാലിസു ഹാദിൽ മൂന്നാമത്തേത് അയ്യു എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ കുറച്ചേ പറയുള്ളൂ, പക്ഷേ ഇത് അയ്യു ഇവിടെ മബിനിയാണ്. മൂറബാന്ന സന്ദർഭമുണ്ട്, മുത്തറക്ക മൂറബാക്കിലുണ്ടൊക്കെ അൽഫിയൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ചെറുതായിട്ട് വേണം ഇവിടെ പറയാം നമ്മൾ. വസാലിസുഹ അതിൽ മൂന്നാമത്തേത് ഏതാ? മുസ്തറക്ക് മൂന്നാമത്തെ അയ്യു ആണ്. അയ്യു ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൗസൂലാന്റെ ബാബിൽ ഇബ്നു മാലിക് റഹ്മഹുല്ലാ അവിടെ പറയുന്നുണ്ട് അയ്യുൻ കമാ വഉരിബത് മാ ലം തുദഫ് വസദ്റു വസ്ലിഹാ ദമീറുൻ ഹദഫ് എന്ന് പറഞ്ഞിട്ടില്ലേ. അയ്യ കമാ പോലെയാകുന്നു വഉരിബത് ഇറാബ് ചെയ്യപ്പെടും മാലം തുദഫ് ഇദാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം. അതേപോലെ തന്നെ വസദ്റു വസ്ലിഹാ അതിന്റെ സദ്റു വസ്ലി ഇതെന്തില്ല കളഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ എന്താ നമ്മൾ വിശദീകരിച്ചിരുന്നു? ഇദാഫത്ത് ചെയ്തു സദർ വസ്ലി എന്താ ദമീറൂൻ ഇൻ ഹദഫ് അതിന് കളഞ്ഞു വെച്ചുകൊണ്ട് അപ്പം മബിനിയായിരിക്കും. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം മബിനി ഞാൻ കൊടുത്തത് അയ്യുൻ. ഏതാ? നഹ്വു ثم لننزعن من كل شيعة أيهم أشد. കണ്ടോ? അയ്യാന്ന് പറയില്ല, അയ്യുഹും അശദ്ദുന. ഐ അല്ലദീ ഹുവ അശദ്ദു. എന്താ? ഹുവ എന്ന സദ്റുസിൽ അവിടെ കളഞ്ഞിട്ടുണ്ട്. സദ്റുസിലെ കളയുകയും ചെയ്തു, അയ്യുനെ ഇദാഫത്ത് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇതിവിടെ മബിനിയാണ് അയ്യുഹും അശദ്ദു. കാരണം നമുക്ക് തന്നെ മനസ്സിലായി അയ്യാന്നാക്കിയില്ല. നസ്ബിന്റെ മഫൂൽ ബിഹി നസ്ബിന്റെ മഹല്ലായിട്ട് അയ്യാന്ന് പറഞ്ഞോ അല്ലല്ലോ, അയ്യുഹും എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ഇറാബ് എങ്ങനെ പറയാ? അയ്യുഹും. അയ്യ എന്ന് പറഞ്ഞാൽ ഇസ്മു മൗസൂലാണ്, മബിനിയാണ്. ദമ്മിന്റെ മബിനിയാണ്, ദമ്മു എന്ന് പറയും, ദമ്മിന്റെ മബിനിയാണ്. ഫി മഹല്ലി നസ്ബിന്റെ മഹല്ലിലാണ്, മഫൂൽ ബിഹി ആണല്ലോ. ഓഹ് മുദാഫാണ്. ഹും ജറിന്റെ മഹല്ലി ഇദാഫത്ത് മുദാഫിലേഹി. അശദ്ദു അതാണ് ഖബർ മർഫൂ, അതിന്റെ സീല. അപ്പം അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ അതതിൻ്റെ കൂടെ മനസ്സിലാക്കുക. അതായത് അതിൻ്റെ മാനാട് കൊടുത്ത ഐ അല്ലദീൻ്റെ മാന അയ്യുഹും അയ്യെന്നാണ് അല്ലദീ ഹു അശദ്ദു എന്ന ഉദ്ദേശം. ഇനി ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അൽഫീൻ്റെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത രൂപത്തിലാകുമ്പോൾ പിന്നെന്താ മൂറബ വരിക? മൂറബ് എന്ന് പറഞ്ഞാൽ ഇദാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല, സദ്റുസില പറഞ്ഞു. അപ്പോൾ ഇതുപോലെ യോജിബുനി അയ്യുൻ ഹുവ ഖായിമുൻ, അപ്പോൾ മൂറബ. അതേപോലെ തന്നെ പിന്നെ എങ്ങനെ ഇദാഫത്ത് ചെയ്തു സദ്റുസില പറഞ്ഞിട്ടുണ്ട്. യോജിബുനി അയ്യുഹും ഹുവ ഖായിമുൻ, ഹുവ സദ്റുസില പറഞ്ഞല്ലോ. അപ്പോൾ അയ്യു എന്നുള്ളത് എന്താ? അവിടെ മൂറബാണ്. നേരെ മറിച്ച് മബിനി എന്നൊരൊറ്റ സന്ദർഭമുള്ളൂ. അതെപ്പോഴാ? സദ്റുസില കളയ ഇദാഫത്ത് ചെയ്യുകയും വേണം. അപ്പോൾ ബൊമ്മനെ മബിനിയാവും. മബിനിയാക്കുന്നത് കബുലു എന്നുള്ളത് തസ്ബീഹ് ആക്കിക്കൊണ്ടാ അയ്യുഹും അശദ്ദു. അപ്പോൾ ഏതായാലും അത്ര ഇവിടെ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ അൽഫിയയിൽ വിശദീകരിച്ച കാര്യമാണ്. പിന്നെ അടുത്തതോ
ഹാദിൽ നാലാമത്തേത് അൽ അൽ എന്നുള്ളതാണ്. അൽ അൽ എന്നുള്ള പക്ഷെ വലാക്കിന്നഹ പക്ഷേ ഈ അല്ല് വലാക്കിന്നഹ പക്ഷേ ഈ അല്ല് ഇന്നമാ തക്കൂന് മൗസൂലത്തൻ ഈ അല്ല് ഇന്നമാ തക്കൂന് മൗസൂലയാവുക ഇതാ ദഖലത്ത് എപ്പോഴാണത് ഇതാ ദഖലത്ത് ഈ അല്ല് പ്രവേശിക്കുമ്പോഴാണ് ഫി വസ്ഫിൻ സ്വരീഹൻ ഫീക്ക് അവിടെ മാൻ്റെ മേന അഥവാ സ്വരീഹായ വസ്ഫിനോട് കൂടെ അല്ല് പ്രവേശിക്കുമ്പോഴാണ് അല്ല് ഇവിടെ മൗസൂലാവുക. അതാണ് പറഞ്ഞത് വലാക്കിന്നഹ പക്ഷെ അൽ ഇന്നമാ തക്കൂൻ അല്ലാവുക മൗസൂലത്തൻ മൗസൂലയാവുക ഇദാ ദഖലത് അല്ല് പ്രവേശിക്കുമ്പോഴാണ് ഫി വസ്ഫിൻ സ്വരീഹായ വസ്ഫിനോട് കൂടെ പ്രവേശിക്കുമ്പോഴാണ്. അതായത് ഷാരിഹ് പറയാണ് എന്താണ് ഈ സ്വരീഹായ വസ്തു എന്ന് പറഞ്ഞാൽ ഖാലിസുൽ വസ്ഫിയ്യ വസ്ഫിയത്തിന് തനിച്ച് വസ്ഫിയത്തിന് മാത്രമായ അതായത് വസ്ഫിയത്തിന് മാത്രമായ സ്വരീഹായ വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എങ്ങനെ വെക്കണം? ബി അല്ലം തഗ്ലിബ് അലൈഹിൽ ഇസ്മിയത്തു എന്ന് വെക്കണം. അതിൽ ഇസ്മിയത്തിൻ്റെ ഉപയോഗം മുന്തി നിൽക്കരുത്. ഇപ്പോൾ ചിലത് ഇപ്പോൾ അതെങ്ങനെ പറയാൻ കാരണം എന്താ? സ്വരീഹല്ലാത്ത ജാമിദ ഇസ്മിനോട് സാദൃശ്യമുള്ള വസ്തുണ്ട്. ഉദാഹരണം അസ്വാഹിബ് എന്നുള്ളത് ഇപ്പോൾ സ്വാഹിബൻ്റെ ഇസ്മുൽ ഫാഇൽ നമ്മൾ സിഫത്തായിട്ട് ഉപയോഗിക്കാമെങ്കിലും അതിനെ പൊതുവെ ഉപയോഗിക്കൽ സ്വാഹിബിൻ്റെ മാന സാഹിബുൽ ബൈത്തി എന്നൊക്കെ അല്ലേ ഇസ്മായിട്ടാണ്, വിശേഷണമല്ലാതെ സ്വാഹിബുൽ ബൈത്തി വീടിൻ്റെ ഉടമസ്ഥൻ എന്നിങ്ങനെ എന്താണ് ഇസ്മായിട്ട് ഉപയോഗിക്കലാണ് മുന്തി നിൽക്കുന്നത്. അപ്പോൾ അസ്വാഹിബ് എന്നുള്ളത് എന്താ പറ്റിയത്? ഗലബത്തുൽ ഇസ്മിയത്തി അലൽ വസ്ഫിന് ശരീങ്ങൾ പറയും. അതായത് വസ്ഫിനേക്കാളും ഉപയോഗം കൊണ്ട് ഇസ്മിയത്ത് കൊണ്ട് മുന്തി നിൽക്കുന്നത് ഗലബത്തായത്. അപ്പോൾ അത് പറ്റൂല, അതിൻ്റെ മേലെ അല്ല പ്രവേശിച്ചാൽ മൗസൂലാവൂല. അപ്പോൾ ഖാലിസുൽ വസ്ഫിയ എന്ന് പറയുമ്പോൾ അത് ഇസ്മിയത്തിൻ്റെ മാനാക്ക് വസ്ഫല്ലാതെ ഇസ്മിയത്തിൻ്റെ മാന കൊണ്ട് ഉപയോഗിച്ച് അങ്ങനെ ഇസ്മിയത്തിൻ്റെ മാന മുന്തി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് തനിച്ച വസ്ഫായിട്ട് തന്നെ ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള വസ്ഫായിരിക്കണം. അപ്പോൾ ഖാലിസുൽ വസ്ഫിയ എന്ന് പറഞ്ഞാൽ ബി അല്ലം തഗ്ലിബ് അലൈഹിൽ ഇസ്മിയത്ത് അതിൻ്റെ മേൽ അതിജയിക്കാൻ പാടില്ല, ഖാലിബാവാൻ ഗലബത്താവാൻ പാടില്ല, അത് തനിച്ച വസ്ഫായിട്ട് തന്നെയാണ് ഉപയോഗം. ലി ഗൈരി തഫ്ദീലിൻ പിന്നെന്തോ ആവണം? ലി ഗൈരി തഫ്ദീൽ എന്നുള്ളത് അത് സർഫ് ഇസ്തിഖ്റാറാക്കണം. നമുക്ക് അത് ഒന്നുകിൽ ആ വസ്ഫൊന്ന് ഹാലാക്കുക. കാരണം സ്വരീഹിൻ എന്ന സിഫത്ത് പറയൽ കൊണ്ട് തന്നെ ഖുസൂസിയത്ത് കിട്ടിയതിന് അതല്ല സിഫത്തും ബാദ സിഫത്തും ആക്കാം. അപ്പോൾ ഈ എങ്ങനത്തെ സ്വരീഹായ വസ്ഫാണ്? ലി ഗൈരി തഫ്ദീലിൻ തഫ്ദീൽ അഥവാ ഇസ്മു തഫ്ദീൽ ആവരുത്. ഇസ്മു തഫ്ദീലിൽ വരുന്ന അല്ല് എന്താവൂല, മൗസൂലാവൂല. അതാണ് ലി ഗൈരി തഫ്ദീലിന് വേണ്ടി അല്ലാത്ത അഥവാ ഇസ്മു തഫ്ദീൽ ആവരുത് എന്നർത്ഥം. അഞ്ഞു നോക്കാം വദാലിക്ക. അപ്പോൾ വദാലിക്ക എന്ന് പറഞ്ഞാൽ വസ്ഫു സ്വരീഹ്, ഈ സ്വരീഹായ വസ്ഫുകൾ സലാസത്തുൻ മൂന്നെണ്ണമാകുന്നു. സ്വരീഹായ വസ്ഫു മൂന്നെണ്ണമാകുന്നു. ഏതൊക്കെ അത് വരിക? അതായത് ഖാലിസുൽ വസ്ഫിയ എന്ന് പറഞ്ഞ് അത് പറയാണ്. ഇസ്മുൽ ഫായിലി ഏതാണ്? ഇസ്മുൽ ഫായിലാണ് കബ്ബാരിബി പോലെ, വസ്മുൽ മഫ്ഊലാണ് നഹ്വൽ മദ്റൂബി പോലെ, അൽ മദ്റൂബി പോലെ, വസ്തിഫത്തുൽ മുശബ്ബഹയാണ് കൽ ഹസൻ പോലെ. അപ്പോൾ ഇതിലൊക്കെ അല്ലെന്താ മൗസൂലാൻ്റെ അർത്ഥത്തിലുള്ള അല്ലായിരിക്കും. ഇനി നേരെ മറിച്ച് ഫഇൻ ദഖലത് ഈ അല്ല് പ്രവേശിക്കുകയാണെങ്കിൽ അലസ്മിൻ ജാമിദീൻ ജാമിദ ഇസ്മിൻ്റെ മേലാണ് പ്രവേശിക്കുന്നത് എന്ന് വെക്കുക. റജുല് ജാമിദ ഇസ്മല്ലേ, സിഫത്തല്ലാലോ. ഔ അല്ലെങ്കിൽ ദഖലത്ത് എന്ന് വെച്ചുകൊടുക്കണം അല വസ്ഫിൻ, അല്ലെങ്കിൽ അത് പ്രവേശിച്ചത് അല വസ്ഫിൻ ഒരു വസ്ഫിൻ്റെ മേലാണ്. പക്ഷേ യുഷ്ബിഹു ആ വസ്ഫു സാദൃശ്യമാകുന്നുണ്ട്. ഹു എന്ന് പറഞ്ഞാൽ അലിസ്മൽ ജാമിദ മുമ്പ് പറഞ്ഞേ ആ ജാമിദായ ഇസ്മിനോട് സാദൃശ്യമായ വസ്ഫിൻ്റെ മേൽ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സാഹിബ് പോലെ. അതെങ്ങനെ ജാമിദ ഇസ്മിനോട് സാദൃശ്യം വരിക? ബി ഗലബത്തിൽ ഇസ്മിയത്തി അലൽ വസ്ഫി നമ്മൾ വെക്കണം. ഷാരിങ്ങൾ പറഞ്ഞ പോലെ വസ്ഫിനേക്കാളും ഇസ്മിയത്തിൻ്റെ ഉപയോഗം കൊണ്ട് മുന്തി നിൽക്കുന്നത് അതാണ്. ആ നിലക്കാണ് ജാമിദിനോട് സാദൃശ്യം വരിക. ജാമിദ് സിഫത്തല്ലാലോ. അപ്പോൾ അതുപോലെയൊക്കെ സ്വാഹിബ് പോലെ. അപ്പോൾ സ്വാഹിബ് എന്നുള്ളത് സാഹിബുൽ മലിക്ക് സാഹിബുൽ ബൈത്തി എന്ന് ഇസ്മായിട്ടുള്ള ഉപയോഗമാണ്. എന്ത് സിഫത്തായിട്ടുള്ളതിനേക്കാളും ഉപയോഗിക്കുന്നതിനേക്കാളും മുന്തി നിൽക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആ സ്വാഹിബിൻ്റെ എന്ത് പറ്റൂല, നമുക്ക് അല്ലായിട്ട് പരിഗണിക്കാൻ പറ്റൂല, അല്ലെ മൗസൂലായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അത് സ്വാഹിബിൻ്റെ ഉപയോഗത്തെക്കാളും ഗലബത്ത് അതിജയിച്ചത് ഇസ്മി ആയിട്ടാണ്. ഔ അല്ലെങ്കിൽ അല വസ്ഫി തഫ്ദീൽ ഗൈരി തഫ്ദീൽ എന്ന് പറഞ്ഞില്ല അങ്ങോട്ട്. ഔ അല്ലെങ്കിൽ പ്രവേശിക്കുക അല വസ്ഫി തഫ്ദീൽ ഇസ്മു തഫ്ദീലിൻ്റെ മേലെ കല്ലഫ്ദലി വല്ല ആലം. അപ്പോൾ അല്ലു എന്താവൂല, മൗസൂലാൻ്റെ അല്ലാവൂല. അപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്നെണ്ണത്തിലുള്ള അല്ലും അഥവാ ജാമിദിനോട് സാദൃശ്യമായതിലും ഇസ്മു തഫ്ദീലുമുള്ള അല്ല് ഫഹിയ അല്ല് ഹർഫു താരീഫ്, അത് താരീഫിൻ്റെ ഹർഫാകുന്നു എന്നാണ്.
അപ്പോൾ എന്ത് മനസ്സിലായി? മൗസൂലാൻ്റെ അല്ലാവണ സ്വരീഹായ വസ്വാകണ ഇസ്മു ഫായിലോ ഇസ്മു മഫൂലോ സിഫത്ത് മുഷബ്ബഹായിരിക്കും. ജാമിദിലോ അല്ലെങ്കിൽ ജാമിദിനോട് സാദൃശ്യമുള്ള അഥവാ വപ്പ ഉപയോഗിക്കുന്നതിനേക്കാളും ഇസ്മായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്തി നിൽക്കുന്ന സാഹിബ് പോലത്തതിലോ ഇസ്മു തഫ്ദീലിലൊന്നും മൗസൂലാൻ്റെ അല്ലായിട്ട് വരൂല. ബാറക്കല്ലാഹു ഫീക്കും.